വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയലിലെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള വീഡിയോ ആണിത്. നമ്മൾ സബ്ജക്റ്റ് വൈസ് ആണ് ഇപ്പം വീഡിയോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നർ മോസ്റ്റ് സെൻട്രൽ പോർഷൻ ഓഫ് എ ട്രീസ്, ടിമ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇന്നർ മോസ്റ്റ് സെൻട്രൽ പോർഷൻ ഓഫ് എ ട്രീ എന്ന് പറയുന്നത്? സോ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് പിത്ത് അല്ലെങ്കിൽ മെഡുല്ല എന്ന് പറയാം. ഇതിൽ തന്നെ ഹാർഡ്വുഡ്, സാപ്വുഡ്, ക്യാമ്പിയം ലെയറൊക്കെ എന്താണെന്ന് അറിയാം. അത്യാവശ്യം നമ്മുടെ ടിമ്പറിൽ ആ ഒരു മാക്രോ സ്ട്രക്ചേഴ്സ് ഒക്കെ പഠിക്കുമ്പം ഓൾഡർ ആയിട്ടുള്ള പോർഷൻ ഹാർഡ്വുഡാണ്, യങ്ങറായിട്ടും ന്യൂട്രിയൻസ് സ്റ്റോർ ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള പോർഷൻ സാപ്വുഡാണ്. ഒരു തിൻ ലെയറിൽ ഫ്ലൂയിഡ് പോലെയൊക്കെ അല്ലെങ്കിൽ സാപ്പ് പോലെ ഇരിക്കുന്നത് ക്യാമ്പിയം ലെയറിലാണ് വരുന്നത്. അതിന് പുറമെയാണ് ബാർക്ക് വരുന്നത്. ബാർക്കിന് രണ്ട് പോർഷൻസ് ഉണ്ട്, ഇന്നർ ബാർക്ക്, ഔട്ടർ ബാർക്ക്. ദ പ്രോപ്പർട്ടി ബൈ വിച്ച് ദ ലൈം വിൽ സെറ്റ് ഇൻ ഡാംപ് പ്ലേസ്. ഡാംപ് പ്ലേസിൽ സെറ്റാവാനുള്ള ആ ലൈമിൻ്റെ പ്രോപ്പർട്ടീനെ നമ്മൾ പറയുന്ന പേരാണ് ഹൈഡ്രോളിസിറ്റി. വിച്ച് ടെസ്റ്റ് ഈസ് പെർഫോംഡ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രസൻസ് ഓഫ് സോലുബിൾ മാറ്റർ ഇൻ സാമ്പിൾ സ്റ്റോൺ. സോലുബിൾ മാറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് സ്മിത്ത് ടെസ്റ്റാണ്. അതുപോലെ അട്രീഷൻ ടെസ്റ്റ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, റേറ്റ് ഓഫ് വിയർ ആൻഡ് ടിയർ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അട്രീഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ടെസ്റ്റ് മാത്രമല്ല ഉള്ളത്, നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഈ ഒരു കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഇമ്പാക്റ്റ് ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാർഡ്നെസ് ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് ചെയ്യുന്നത് ഡ്യൂറബിലിറ്റി വെതറിങ്ങിന് വേണ്ടിയിട്ടാണ്, നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ്. ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് ഡ്യൂറബിലിറ്റിയും വെതറിങ്ങിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആസിഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ CaCO3യുടെ, കാൽസ്യം കാർബണേറ്റിൻ്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആസിഡ് ടെസ്റ്റ് ചെയ്യുന്നത്. ക്രഷിംഗ് ടെസ്റ്റ് ചെയ്യുന്നത് കംപ്രസീവ് സ്ട്രെങ്തിന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രഷിംഗ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇതുപോലെ കുറച്ചധികം ടെസ്റ്റ് നമുക്ക് സ്റ്റോണിൽ പഠിക്കാനുണ്ട്, എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കാം. ദ ടൈൽസ് ആർ ബേൺഡ് ഇൻ ടിപ്പിക്കൽ കിൻ നോൺ ആസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ടൈൽസ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഏത് കിന്നിലെന്നാണ് തൊട്ട് മുന്നേ പറഞ്ഞതേ ഉള്ളൂ, സിയാൽകോട്ട് കിൻ. മഫിൾ ഫർണസ് ഏതാണെന്നോ നമ്മൾ പറഞ്ഞ ടെറാക്കോട്ട. ആനുവൽ റിങ്സ് ആർ ദി കോമ്പിനേഷൻ ഓഫ്. ആനുവൽ റിങ്സ് എന്തിൻ്റെയൊക്കെ കോമ്പിനേഷൻ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആനുവൽ റിംഗ് എന്ന് പറയുമ്പോൾ ഹാർഡ്വുഡിൻ്റെയും സാപ്വുഡിൻ്റെയാണ് വരുന്നത്. ആനുവൽ റിങ്സ് എന്ന് പറയുന്നത് ഹാർഡ്വുഡ് ആൻഡ് സാപ്വുഡാണ് മെയിൻ കോമ്പിനേഷൻസ് വരുന്നത്. ബേണിംഗ് ടെമ്പറേച്ചർ ഓഫ് സിമെൻറ്റ് ഇൻ റോട്ടറി കിൻ. റോട്ടറി കിന്നിലുള്ള ബേണിംഗ് ടെമ്പറേച്ചറാണ്. ഇതും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓപ്ഷൻ ബി ആണ് 1400. ദ ഡെഫക്റ്റ് ഇൻഡിക്കേറ്റഡ് ബൈ വൈറ്റ് സ്പോട്ട്സ് ഇൻ എ ഹെൽത്തി വുഡ്. ഹെൽത്തി വുഡിൽ വൈറ്റ് സ്പോട്ട്സ് വരുന്നത് ഡ്രക്സിനസ് ആണ്. അതുപോലെ ആ ബ്രാഞ്ച് കട്ട് ചെയ്യുമ്പം ഇതിൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു ബ്രൗൺ കളർ ഫോം ചെയ്യുകയാണെങ്കിൽ നോട്ടെന്ന് പറയും. അതുപോലെ തന്നെ ബ്രാഞ്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിലൊരു സ്വെല്ലിങ് പോലെയൊക്കെ സെറ്റ് ചെയ്ത് വരുന്നതാണെങ്കിൽ അതിന് റിങ്കാൾസ് എന്ന് പറയും. പുവർ വെന്റിലേഷൻസ് കാരണം അല്ലെങ്കിൽ ഓവർ മെച്യൂരിറ്റി കാരണം ഒരു ബ്രൗൺ, റെഡ് അല്ലെങ്കിൽ യെല്ലോ പോലത്തെ കളറൊക്കെ ഫോം ചെയ്യുകയാണെങ്കിൽ അതിന് ഫോക്സിനസ് എന്നാണ് പറയുന്നത്. ഡിഫക്റ്റ് നന്നായിട്ട് നോക്കി വയ്ക്കുക. ഇത് നാച്ചുറൽ ഫോഴ്സസിൽ വരുന്ന ഡിഫക്റ്റാണ് ഈ 4. ദ പ്രോപ്പർട്ടി ഓഫ് ഇൻക്രീസ് ഇൻ വോളിയം ഓഫ് ദ ആഗ്രിഗേറ്റ് ഡ്യൂ ടു മോയ്സ്ചർ ഈസ് കോൾഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് വരുന്നത് സ്ലേക്കിംഗ്, ബൾക്കിംഗ്, വാർപ്പിംഗ്, സ്ട്രിങ്കിങ്. ആൻസർ എന്താണ്? ബൾക്കിംഗ് ആണ് വരുന്നത്, വോളിയം ഇൻക്രീസ് ചെയ്യുന്നത്. ദ ഗുഡ് ബ്രിക്ക് എർത്ത് ഈസ് എർത്ത് ദിസ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഇമ്പാർട്ട് പ്ലാസ്റ്റിസിറ്റി ടു ദ എർത്ത് ഇറ്റ് ക്യാൻ ബി മൗൾഡഡ്. ഇതും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പ്ലാസ്റ്റിസിറ്റി ഇമ്പാർട്ട് ചെയ്യുന്ന ആരെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്? അലുമിന. ഇറ്റ് ഈസ് ദ ലിക്വിഡ് സബ്സ്റ്റൻസ് വിച്ച് ഹോൾഡ്സ് ദ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് പെയിൻറ്റ് ഇൻ ലിക്വിഡ് സസ്പെൻഷൻസ്. ലിക്വിഡ് ബേസിസിൽ വരുന്നത് എന്താണ്? വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയർ ആണ് വരുന്നത്. വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയർ ആണ് ആ ലിക്വിഡ് സബ്സ്റ്റൻസ് ആയിട്ട് പെയിൻറ്റിൽ വരുന്നത്. സോ അതുപോലെ ക്വസ്റ്റ്യൻ ചീഫ് ഇൻഗ്രീഡിയൻ്റ് ആരായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, പെയിൻറ്റിൻ്റെ ചീഫ് ഇൻഗ്രീഡിയൻ്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് കളറിങ് പിഗ്മെൻ്റ് ആണ് വരുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബേസും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പെയിൻറ്റിനൊരു ക്യാരക്ടറിസ്റ്റിക്സ് കൊടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ബേസാണ്. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ബേസ് അല്ലെങ്കിൽ വുഡൻ സർഫസിൽ യൂസ് ചെയ്യുന്ന ബേസ് ഏതെന്ന് ചോദിച്ചാൽ വൈറ്റ് ലെഡ് ആണ് വരുന്നത്. മെറ്റൽ സർഫസിൽ യൂസ് ചെയ്യുന്നത് റെഡ് ലെഡ് ആണ് വരുന്നത്. ഈ റെഡ് ലെഡ് നമ്മൾ ഡ്രയർ ബേസിസിലായിട്ടും യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ വെതറിങ് റെസിസ്റ്റൻസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബേസിൽ തന്നെ സിങ്ക് വൈറ്റ് അല്ലെങ്കിൽ ഓക്സൈഡ്സ് ഓഫ് സിങ്ക്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞ അത്രയും പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇൻ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്ക് മാർബിൾ ഈസ് നോൺ ആസ്. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. മാർബിള് വരുന്നത് കാൽക്കാരിയസ് റോക്കാണ്. പിന്നെ നമ്മുടെ ഫോർമേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനിലാണ്, ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് മാർബിൾ ചോദിച്ചിരുന്നതെങ്കിൽ മെറ്റാമോർഫിക് റോക്കിൽ വന്നേനെ.
വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ് അബൌട്ട് സ്റ്റോൺസ്. സ്റ്റോൺസ് ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ഇൻകറക്റ്റ് ആണ്, ശ്രദ്ധിക്കുക, ഇൻകറക്റ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ദ ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺസ് പ്രൂവ്സ് ടു ബി ടെഡിയസ്. ഓക്കെ, അത് കറക്റ്റാണ്. ഡ്രസ്സിങ് ഇച്ചിരി പാടുള്ള പണിയാണ്. ഓക്കെ, ദ സ്റ്റോൺസ് ഓഫ് ഡിസൈർഡ് സ്ട്രെങ്ത് ആൻഡ് ക്വാളിറ്റി ആർ ഈസിലി അവൈലബിൾ അറ്റ് മോഡറേറ്റ് റേറ്റ്. ഒരിക്കലും ഇത് കറക്റ്റ് ആയിരിക്കില്ല. നമുക്ക് സ്റ്റോൺസ് കറക്റ്റ് സ്ട്രെങ്തിൽ ഒക്കെ ഉള്ളത് നമുക്ക് കിട്ടുകയെന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഈസിലി അവൈലബിൾ ഒന്നും അല്ല. Alternatives to stone, namely RCC and steel, has proves to be stronger. Okay, correct ആണ്. The dressing of stones proves to be time consuming. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് വന്നിരിക്കുന്ന only 1, only 2 and 4, only 2, only 2 and 3. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതിൽ നമുക്ക് തന്നെ അറിയാം ഒരേ ഒരു ആൻസറാണ് അതിൽ കറക്റ്റ് അല്ലാതെ വന്നേക്കുന്നത്. സോ എന്താണ്? ഓപ്ഷൻ 2 ആണ് കറക്റ്റ് അല്ലാത്തത്. സി ആണ് only 2. Which of the following statement indicate the advantages of timber? ടിമ്പറിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ സ്കിൽഡ് supervision. This method of seasoning is cheap and simple. By this seasoning, the moisture content of wood can be brought down to about 10 to 20%. സീസണിങ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അവർ പറഞ്ഞിരിക്കുന്നത് ടിമ്പറിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ പറഞ്ഞ 3 എണ്ണവും അഡ്വാൻറ്റേജസ് ആണ്. പക്ഷേ ഇത് നോക്കിക്കുക, 4ാമത്തെ, ദ പ്രോസസ് ഓഫ് സീസണിങ് ഈസ് വെരി സ്ലോ. അതൊരിക്കലും അഡ്വാൻറ്റേജസിൽ കൂട്ടാൻ പറ്റില്ല. നമുക്ക് കുറച്ച് സ്പീഡിൽ കിട്ടിയിരുന്നെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആയേനെ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് only 1, 2, 3 ആണ് എന്തെന്ന് പറയുന്നത് കറക്റ്റായിട്ട് നമ്മൾ എടുത്തേക്കുന്നത്, അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തേക്കുന്നത്. The process of heating the limestones to redness in contact with the air. എയറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത ആ ഒരു റെഡ് സ്റ്റോൺസ് എന്ന് വെച്ചാൽ ഹീറ്റ് ചെയ്യുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരെന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് കാൽസിനേഷൻ. ഇതും സ്ഥിരമുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, കാൽസിനേഷൻ എന്താണെന്ന് ചോദിച്ചിട്ട്. മോസ്റ്റ് വെതർ റെസിസ്റ്റിംഗ് മെറ്റാമോർഫിക് റോക്ക്. ഇതും എപ്പോഴുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. മോസ്റ്റ് വെതർ റെസിസ്റ്റിംഗ് മെറ്റാമോർഫിക് റോക്ക് എന്ന് പറയുന്നത് ആരെയാണ്? കോട്ട്സൈറ്റിനെയാണ് പറയുന്നത്. സാൻഡ്സ്റ്റോൺ എന്ന് പറയുന്നത് ഏത് റോക്കിൽ വരുന്നതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഡൗട്ടൊന്നും തോന്നാനില്ല. ആകെ ഒരെണ്ണം മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ ആൻസർ ആയിട്ടുള്ളൂ. സെഡിമെൻ്ററി റോക്കിൻ്റെ എക്സാമ്പിളാണ് സാൻഡ്സ്റ്റോൺ, ലൈംസ്റ്റോൺ, ലിഗ്നൈറ്റ്, ജിപ്സം എറ്റ്സെട്ര. മോസ്റ്റ് കോമൺലി യൂസ്ഡ് സോൾവെൻറ്റ് ഇൻ ഓയിൽ പെയിൻറ്റ്. ഓയിൽ പെയിൻറ്റിലെ സോൾവെൻറ്റിനെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓയിൽ പെയിൻറ്റിൽ നമ്മൾ സോൾവെൻ്റായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടർപ്പൻറ്റൈൻ ആണ്. സോ നമ്മുടെ ഓപ്ഷനിലുണ്ട് ടർപ്പൻറ്റൈൻ. അതുപോലെ തന്നെ ബെൻസിൻ, നാഫ്തയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് ഏതെന്ന് ചോദിച്ചാലും ടർപ്പൻറ്റൈൻ തന്നെയാണ് ആൻസർ വരുന്നത്. ഈ സ്പിരിറ്റ് ലാക്സിലൊക്കെയാണ് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത്. അതേസമയം സെല്ലുലോസ് പെയിൻറ്റ് ചോദിച്ചിരുന്നെങ്കിൽ ഈതയിൽ അമൈൽ അസറ്റേറ്റ് ആണ് സെല്ലുലോസ് പെയിൻറ്റിലുള്ളത്. സിമെൻറ്റ് പെയിൻറ്റിലെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഡിസ്റ്റംബറിലെന്നൊക്കെ പറയുമ്പോൾ വാട്ടറാണ് വരുന്നത്. ഇമൽഷൻ പെയിൻറ്റിലൊക്കെ. ഇനാമൽ പെയിൻറ്റിൽ പെട്രോളിയം സ്പിരിറ്റാണ് വരുന്നത്. ഇനാമൽ പെയിൻറ്റൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സോ ഇനാമൽ പെയിൻറ്റിൽ പെട്രോളിയമാണ്. സിമെൻറ്റ് പെയിൻറ്റ് അതുപോലെ ഇമൽഷൻ പെയിൻറ്റിലൊക്കെ വാട്ടറാണ് വരുന്നത്. ഡിസ്റ്റംബറൊക്കെ വാട്ടറാണ്. സെല്ലുലോസ് ഈതയിൽ അമൈൽ അസറ്റേറ്റ് ആണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ചോദിച്ചാൽ ടർപ്പൻറ്റൈൻ യൂസ് ചെയ്യാം, ബെൻസീൻ, നാഫ്തയൊക്കെ യൂസ് ചെയ്യാം. ദ പെർസെൻറ്റേജ് ഓഫ് സിലിക്ക ഇൻ ഗുഡ് ബ്രിക്ക് എർത്ത് ഷുഡ് ബി വേരി ഫ്രം. നമ്മൾ പറഞ്ഞ കാര്യമാണ്. 50 to 60% ആണ് ആൻസർ വരുന്നത്. വോളിയം ഓഫ് 1 bag സിമെൻറ്റ് വെയിങ് 50 kg, അതും പഠിച്ചതല്ലേ. 0.035 m³ ആണ് ആൻസർ. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബേസ് ഫോർ മേക്കിംഗ്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. എന്താണ്? വൈറ്റ് ലെഡ് ആണ് വരുന്നത്. സോ നമ്മുടെ റെഡ് ലെഡ് ആണെങ്കിൽ മെറ്റൽ സർഫസിൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു. വുഡ് ചോദിച്ചാലും വൈറ്റ് ലെഡ് തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. മെയിൻ കോൺസിസ്റ്റൻസ് ഓഫ് സിമെൻറ്റ്, ലൈമാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ദ ടെൻഡൻസി ഓഫ് എ സ്റ്റോൺസ് ടു സ്പ്ലിറ്റ് അലോങ് ഈസ്. ഇതിൽ കറക്റ്റ് ആൻസർ ക്ലീവേജ് ആണ് വരുന്നത്. വാട്ട് ഈസ് ദ മാക്സിമം പെർസെൻറ്റേജ് ഓഫ് വാട്ടർ അബ്സോർബ്ഡ് ബൈ എ സെക്കൻഡ് ക്ലാസ് ബ്രേക്ക് വെൻ സോക്ക്ഡ് ഇൻ വാട്ടർ അബൌട്ട് 24 hours? സെക്കൻഡ് ക്ലാസ് ആണെങ്കിൽ 22% ആണ് വരുന്നത്. ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു എങ്കിൽ 20%-നേക്കാളും കൂടാൻ പാടില്ല. സെക്കൻഡ് ക്ലാസ് നമ്മളിപ്പോൾ പറഞ്ഞു 22%-നേക്കാളും കൂടാൻ പാടില്ല. തേർഡ് ക്ലാസ് ആണെങ്കിൽ 22 to 25% ഇടയിലായിരിക്കണം. അതിനേക്കാളും കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ,
വയർ കട്ട് ബ്രിക്സ് ആർ മെയ്ഡ് ഇൻ. വയർ കട്ട് ബ്രിക്ക് നമുക്ക് കിട്ടുന്നത് പ്ലാസ്റ്റിക് ക്ലേ മെഷീൻസിൽ നിന്നാണ്. പ്രസ്ഡ് ബ്രിക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഡ്രൈ ക്ലേ മെഷീൻസിൽ നിന്നാണ്. ഓക്കെ. പൊട്ടാഷ് ലെഡ് ഗ്ലാസ് ഈസ് ഓൾസോ നോൺ ആസ്. പൊട്ടാഷ് ലെഡ് ഗ്ലാസ് ആണ്. പൊട്ടാഷ് ലെഡ് ഗ്ലാസ്സിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ഫ്ലിൻറ്റ് ഗ്ലാസ്. ഫ്ലിൻറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ ഹെഡ് ഗ്ലാസ് എന്ന് പറയാറുണ്ട്. ഫ്ലിൻറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ ഹെഡ് ഗ്ലാസ് എന്നാണ് നമ്മൾ പൊട്ടാഷ് ലെഡ് ഗ്ലാസ്സിനെ പറയുന്നത്. അതുപോലെ തന്നെ ബോട്ടിൽ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ അതിനെ കോമൺ ഗ്ലാസ് എന്ന് പറയാം. ഓക്കെ. ബോട്ടിൽ ഗ്ലാസ് എന്ന് പറയുമ്പോൾ കോമൺ ഗ്ലാസ് എന്നാണ് പറയുന്നത്. സോഫ്റ്റ് ഗ്ലാസ് എന്ന് പറയുന്നത് സോഡ ലൈം ഗ്ലാസ് ആണ്. സോഡ ലൈം ഗ്ലാസ് ആണ് സോഫ്റ്റ് ഗ്ലാസ്. അതേസമയം ഹാർഡ് ഗ്ലാസ് എന്ന് പറയുന്നത് പൊട്ടാഷ് ലൈം ഗ്ലാസ് ആണ്. പൊട്ടാഷ് ലൈം ഗ്ലാസ്. ഈ പൊട്ടാഷ് ലൈം ഗ്ലാസ് എന്ന് പറയുമ്പോൾ അതിനെ ബൊഹേനിയൻ ഗ്ലാസ് എന്നുകൂടെ പറയാം. ബൊഹേനിയൻ ഗ്ലാസ്. ഓക്കെ. അപ്പോൾ ഫ്ലിൻറ്റ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പൊട്ടാഷ്യം ലെഡും കൂടെ ചേർന്നതാണ്. പൊട്ടാഷ് ലെഡ് ഗ്ലാസ് എന്ന് പറയുമ്പോൾ മിക്സ്ചർ ഓഫ് പൊട്ടാഷ്യം സിലിക്കേറ്റ് ആൻഡ് ലെഡ് സിലിക്കേറ്റ് ആണ് വരുന്നത്. സോ അതിനെ ഫ്ലിൻറ്റ് ഗ്ലാസ് എന്നും പറയാം, ഹെഡ് ഗ്ലാസ് എന്നും പറയാം. അതുപോലെ പൊട്ടാഷ് ലൈം ഗ്ലാസ്സിനെയാണ് ഹാർഡ് ഗ്ലാസ് അല്ലെങ്കിൽ ബൊഹേനിയൻ ഗ്ലാസ് എന്ന് പറയുന്നത്. ഹാർഡ് ഗ്ലാസ് അല്ലെങ്കിൽ ബൊഹേനിയൻ. ഇനി സോഫ്റ്റ് ഗ്ലാസ് എന്ന് പറയുന്നത് സോഡ ലൈം ഗ്ലാസ്സിനെയാണ് സോഫ്റ്റ് ഗ്ലാസ്. അതിനും വേറെ പേരുണ്ട്. കൊമേഴ്സ്യൽ ഗ്ലാസ് അല്ലെങ്കിൽ സോഡ ആഷ് അല്ലെങ്കിൽ സോഡ ഗ്ലാസ് എന്ന് പറയാം. ഇനി ഇതിൽ തന്നെ ബോട്ടിൽ ഗ്ലാസിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബോട്ടിൽ ഗ്ലാസ് എന്ന് പറയുന്നത് കോമൺ ഗ്ലാസ്സിനെയാണ്. ഓക്കെ. ഈ പേരൊന്ന് പഠിച്ചു വെച്ചേക്കാം. പോറോസിറ്റി ഓഫ് എ ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ. പോറോസിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്. സോ സിമ്പിളായിട്ട് ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 5%. ഹാർമോണിയസ് മിക്സിംഗ് ഓഫ് ക്ലേ ഇൻഗ്രീഡിയൻറ്റ് ഈസ് നോൺ ആസ്. ഹാർമോണിയസ് മിക്സിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? ആൻസർ ബ്ലെൻഡിങ് ആണ് വരുന്നത്. ബ്ലെൻഡിങ്. അതുപോലെ തന്നെ ഫോർ ഡിറ്റർമിനിങ് ദ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ബൈ വിക്കറ്റ് അപ്പാരറ്റസ് ദ വെയിറ്റ് ഓഫ് സിമെൻറ്റ് ടു ബി ടേക്കൺ. ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ചെയ്യുമ്പോൾ നമ്മൾ എത്ര ഗ്രാം സിമെൻ്റ് ആണ് എടുക്കുന്നത്? 300 ഗ്രാം ആണ് എടുക്കുന്നത്. PSC ബേസിൽ 300 ആണ്. നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ 400 ഗ്രാം നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ 300 ഗ്രാം ആണ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ടിമ്പർ ഡിഫക്റ്റ് നെയിം ബ്ലൂ സ്റ്റെയിൻ? ബ്ലൂ സ്റ്റെയിൻ ഉണ്ടാവുന്നത് എന്ത് ഡിഫക്റ്റ് കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് ഫംഗൈ ആണ്.